കാർഷികവും കാർഷികേതരവുമായ ചെറുകിട വരുമാനദായക സംരംഭങ്ങൾ പ്രോത്സാഹിപ്പിക്കുക എന്നതിനോടൊപ്പം വിദ്യാഭ്യാസം, പ്രകൃതി, ഊർജ്ജ സംരക്ഷണ പ്രവർത്തനങ്ങളുടെ 200 സോളാർ ലൈറ്റുകൾ, പൊതുകുളങ്ങളുടെ നവീകരണം തുടങ്ങിയ വിവിധ മേഖലകളിൽ വികസന പദ്ധതികൾ ആസൂത്രണം ചെയ്യുകയും അവ വിജയകരമായി നടപ്പിൽ വരുത്താനും ഈ പദ്ധതി വഴി സാധിച്ചു. സ്മാർട്ട് ക്ലാസ് റൂം, 16 സ്കൂളുകൾക്ക് സയൻസ് ലാബ്, പ്രൈമറി സ്കൂളിന് 6 ആക്ടിവിറ്റി കോർണർ, 20 സ്കൂളുകൾക്ക് ലൈബ്രറി, അംഗൻവാടികൾക്കായുള്ള കളിപ്പാട്ടങ്ങളും പഠനോപകരണങ്ങളും വിതരണം ചെയ്യൽ തുടങ്ങിയ പദ്ധതികളാണ് പരിവർത്തനയിലൂടെ ആവിഷ്കരിച്ചു. സംസ്ഥാന ബയോഡൈവേഴ്സിറ്റി ബോർഡ് ചെയർമാൻ ഡോക്ടർ എൻ അനിൽകുമാർ ചടങ്ങിന്റെ അധ്യക്ഷത വഹിച്ചു. ഗാന്ധി സ്വപ്നം കണ്ടത് ഇന്ത്യയുടെ വികസനം ഗ്രാമങ്ങളിലൂടെയാണ്. ഗ്രാമങ്ങൾ പ്രോഡക്റ്റുകൾ ഉൽപ്പാദിപ്പിക്കുന്നു. ഗ്രാമങ്ങളിൽ അസംസ്കൃത വസ്തുക്കൾ ഉപയോഗിച്ചുകൊണ്ട് അത് ഗ്രാമത്തിൽ തന്നെ ഉപയോഗിക്കുന്നു. അങ്ങനെ ഗ്രാമത്തിൻ്റെ ഇക്കണോമിയെ വർദ്ധിപ്പിക്കുന്നു. അത് പ്രകൃതിക്ക് നാശമില്ലാതെ. അപ്പോൾ അതിലാണ് സുസ്ഥിരമായ വികസനം. സൂചികകളിൽ സാമൂഹികമായിട്ടുള്ള പല സോഷ്യൽ എക്കണോമിക് പല ഇൻഡിക്കേറ്റേഴ്സ് വഴി നമ്മുടെ വയനാട് ജില്ലയുടെ പുരോഗതി ഈ ഒരു 17 ജില്ലകൾ, അതായത് പല സാമ്പത്തിക ഇൻഡിക്കേറ്റേഴ്സിൽ പിന്നോക്കം നിൽക്കുന്ന ഡിസ്ട്രിക്ട്സിനെയാണ് ഇത് ചൂസ് ചെയ്തിട്ടുള്ളത്. അപ്പം അതിനുള്ളൊരു ഡിസ്ട്രിക്റ്റ് കൂടിയാണ്. അപ്പം അത് ഷോ ചെയ്യുന്നത് നമുക്ക് ഒട്ടനവധി ഓപ്പർച്യൂണിറ്റീസ്, അതായത് ഈ നമുക്കുള്ള ഗ്യാപ്പ് എന്ന് പറയുന്നതെല്ലാം നമുക്കുള്ള ഓരോരോ ഓപ്പർച്യൂണിറ്റീസ് ആണ്. HDFC ബാങ്ക് പരിവർത്തൻ എന്ന് പറയുന്ന കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി പ്രോഗ്രാം ആരംഭിക്കുന്നത് 10 വർഷത്തിന് മുമ്പ്, 2024 10 വർഷത്തിന് മുമ്പ് ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ ഒരു CSR ഇനീഷ്യേറ്റീവായി മാറാൻ പരിവർത്തനം കഴിഞ്ഞിട്ടുണ്ട്. ഇന്ത്യയിലെ ആകെ മൊത്തം 1 കോടിയിലധികം ജനങ്ങളുടെ സുസ്ഥിര വികസനത്തിലേക്കുള്ള ഒരു കാൽവയ്പായി സഹകരിക്കാൻ HDFC ബാങ്ക് പരിവർത്തന പ്രോഗ്രാം കഴിഞ്ഞിട്ടുണ്ട്. HDFC ബാങ്ക് കൽപ്പറ്റ ബ്രാഞ്ച് മാനേജർ ശ്രീ ശങ്കർ പ്രഭാകരൻ, ജില്ലാ വ്യവസായ കേന്ദ്രം ജനറൽ മാനേജർ ശ്രീമതി രമ, പ്രിൻസിപ്പൽ കൃഷി ഓഫീസർ ശ്രീ സുധീശൻ, MS സ്വാമിനാഥൻ റിസർച്ച് ഫൗണ്ടേഷൻ ഡയറക്ടർ ഡോക്ടർ ഷക്കീല, കേരള സ്റ്റാർട്ടപ്പ് മിഷൻ സീനിയർ ഫെലോ ശ്രീ റോണി കെ റോയ്, MS സ്വാമിനാഥൻ റിസർച്ച് ഫൗണ്ടേഷൻ പ്രൊജക്ട് മാനേജർ ബിനേഷ് MK, സീനിയർ സയന്റിസ്റ്റ് പ്രജീഷ് പരമേശ്വരൻ, പ്രൊജക്ട് കോർഡിനേറ്റർമാരായ N ഗോപാലകൃഷ്ണൻ, സിജോ തോമസ്, വിവിധ പ്രൊജക്ട് വില്ലേജുകളിൽ നിന്നും പ്രതിനിധികളായി എത്തിയ സംരംഭകർ, കർഷകർ, അധ്യാപക പ്രതിനിധികൾ തുടങ്ങിയവർ ഈ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു.